എല്ലാവർക്കും ഐസക് എന്ന ചാനലിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ അടുത്തു വരികയാണല്ലോ. സ്കൂൾ തലങ്ങളിലും ക്ലബ്ബ് തലങ്ങളിലും ധാരാളം മത്സരങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കായിട്ട് ഇതാ ഒരു ഇന്ത്യൻ ഫ്രീഡം ക്വിസുമായി നിങ്ങളുടെ മുമ്പിൽ ഈ ചാനലെത്തുന്നു. എല്ലാവരും കാണുക, ക്വിസിന് നല്ല മാർക്ക് മേടിക്കുക. നിങ്ങൾക്ക് മാർക്ക് മേടിക്കുന്നതിനുപരി നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലേക്കും നമുക്ക് ഇന്ന് കാണുന്ന ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന അതിനുള്ള പിന്നണി പ്രവർത്തനങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാനായിട്ടും ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കഴിയുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് എല്ലാവർക്കും അറിയാം, മഹാത്മാഗാന്ധിജി. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി. ഗാന്ധിജിയുടെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പൂർണ്ണനാമം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജനനം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയുടെ മരണം 1948 ജനുവരി 30. ഗാന്ധിജിയുടെ മരണം 1948 ജനുവരി 30. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ഗാന്ധിജിയുടെ ആത്മകഥയുടെ പേര് എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചതാര്? ടാഗോർ. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര്? ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത് ആര്? ടാഗോർ തന്നെയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ച ടാഗോറാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യയുടെ ദേശീയ പതാക, ത്രിവർണ്ണ പതാക രൂപകൽപ്പന ചെയ്തതാര്? പിംഗലി വെങ്കയ്യ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് 1947 ആഗസ്റ്റ് 15. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് 1947 ആഗസ്റ്റ് 15. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയതാര്? ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയത് സുബ്ബറാവു. ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ തയ്യാറാക്കിയതാര്? സുബ്ബറാവു. ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട്. ഗാന്ധിജിയുടെ സമാധിസ്ഥലം രാജ്ഘട്ട്. ഭരണഘടനാ ദിനമായി ഇന്ത്യ ആചരിക്കുന്നത് നവംബർ 26. ഭരണഘടനാ ദിനമായി ഇന്ത്യ ആചരിക്കുന്നത് നവംബർ 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ച ദിവസം 1950 ജനുവരി 26. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മറ്റൊരു പേര് ശിപായി ലഹള. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മറ്റൊരു പേരാണ് ശിപായി ലഹള. ശിപായി ലഹള എന്നറിയപ്പെടുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്ന് പറയുന്നത് മംഗൾ പാണ്ഡെയാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതാര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ ആദ്യമെത്തിയ വിദേശികൾ ആരാണ്? പോർച്ചുഗീസുകാർ. സാരേ ജഹാംസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാര്? മുഹമ്മദ് ഇക്ബാൽ. സാരേ ജഹാസെ അച്ഛ എന്ന ദേശഭക്തി ഗാനം രചിച്ചതാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്നറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു. ആരാണ് അദ്ദേഹം? ജവഹർലാൽ നെഹ്റു. ചാച്ചാജി എന്നറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ ജന്മദിനം ശിശുദിനമായി ആചരിക്കുന്നു. ആരാണ് അദ്ദേഹം? ജവഹർലാൽ നെഹ്റു. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര നേതാവാണ് സുഭാഷ് ചന്ദ്രബോസ്.
ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ്. ഇൻകിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ഭഗത് സിംഗ്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അതിർത്തി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ. ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന്? 1930 മാർച്ച് 12. ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചത് എന്നാണ്? 1930 മാർച്ച് 12. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന്? സബർമതി ആശ്രമം, ഗുജറാത്ത്. ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? സബർമതി ആശ്രമം, ഗുജറാത്ത്. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത്? ആഗസ്റ്റ് 9. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ആഗസ്റ്റ് 9. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത്? 1885 ഡിസംബർ 28. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885 ഡിസംബർ 28. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്? കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തതാര്? കെ കേളപ്പൻ. കേരളത്തിലെ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പൻ. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണപിള്ള. ലാൽ, ബാൽ പാൽ എന്നിവർ ആരെല്ലാമാണ്? ലാലാ ലാൽ ബാൽ പാൽ. അതിൽ ലാൽ എന്ന് പറയുന്നത് ലാലാ ലജ്പത് റായ്, ബാൽ ഗംഗാധര തിലകൻ, പാൽ എന്നറിയപ്പെടുന്നത് ബിപിൻ ചന്ദ്രപാൽ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് എന്ന്? 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ. വാഗൺ ട്രാജഡി നടന്നതെന്ന്? 1921 നവംബർ 10. വാഗൺ ട്രാജഡി നടന്നത് എന്ന്? 1921 നവംബർ 10. റൗലറ്റ് നിയമം പാസ്സാക്കിയതെന്ന്? 1919. റൗലറ്റ് നിയമം പാസ്സാക്കിയത് എന്ന്? 1919. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം മുഴക്കിയതാര്? സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ ഇന്ത്യൻ ഫ്രീഡം ക്വിസിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ഇത് പഠിക്കുക. പാർട്ട് 2 അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായുമായിട്ട് ഇത് പഠിച്ചെങ്കിൽ, ഇത് നന്നായി വർക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് അടുത്തത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ കുട്ടികൾ നന്നായി പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നതിനുപരി ഇന്ത്യയുടെ ചരിത്രവും ഇന്ന് നേടിയ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നണി പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മൂല്യം വളർത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.